മാം അടങ്ങിയിരിക്കുക കുറച്ചു നേരമായിട്ട്. കാര്യം മാം യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ആശങ്കയുണ്ടല്ലോ മാം, ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് പരാതി കൊടുക്കാൻ പോകുമ്പോൾ എവിഡൻസ് ചോദിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ ആ എവിഡൻസിന് വേണ്ടി ഇതെല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാ സ്ത്രീകളും വണ്ടിയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അതും പ്രായോഗികമല്ല. എന്താണ് അതിനെക്കുറിച്ച് മാമിന് ഇത്രയും കാലം ഒക്കെ നടത്തിയ ഒരാളെന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താ? നമുക്ക് ഡെഫിനറ്റ്ലി എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഏത് കാലഘട്ടത്തിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി കൊടുക്കാൻ പോയാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അൺഡൗട്ടഡ്ലി ഏത് കാലത്തും ചോദിക്കുന്നതാണ്. ആ എവിഡൻസ് കൊടുക്കാൻ പറ്റാത്ത പക്ഷം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ ബ്രഷ് ഓഫ് ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാവാം, ബട്ട് അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ മീഡിയത്തിനെ, ടെക്നോളജി എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് എതിരഭിപ്രായമില്ല. നല്ല ഓക്കെ, ആ എവിഡൻസിനെ അല്ലെങ്കിൽ അല്ല, എനിക്ക് ഷൂട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തതിനോ എനിക്ക് അതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ല. ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, അതിൽ യൂസ് ചെയ്യണം. ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. എവിഡൻസിന് യൂസ് ചെയ്ത് എന്റർടൈൻമെന്റ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻഷൻ പറഞ്ഞില്ല. ആ കുട്ടി എന്തിനു യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ജനറലി ഹൂഎവർ യൂസസ് ഇറ്റ്, ഈ പറയുന്ന യൂസേജ് ഓഫ് ടെക്നോളജിക്ക് നല്ലൊരു അവയർനെസ് വേണം, ഒരു ട്രെയിനിങ് വേണം, അതിന്റെ ഒരു മെത്തഡോളജി മാഡം ട്രെയിനിങ് കൊടുക്കുമ്പോ ഈ കുട്ടി ഇതില്ലായിരുന്നെങ്കിൽ അവരോട് പറയില്ലേ മോളെ ഈ എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസിന് കൊടുക്കണമെന്ന്. അല്ല, നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ പറയുന്നത്? ട്രെയിനിങ് കൊടുക്കണം എന്ന് അത്രേ പറയുന്നുള്ളൂ. സ്വാഗതം ചെയ്യും. എപ്പോഴും എവിഡൻസ് ഉണ്ട്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, അല്ലാതെ നമ്മൾ വാക്കാൽ പറയുമ്പോൾ അല്ല. ഈ പറയുന്ന ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് ലോ പ്രോപ്പറായിട്ട് നടപ്പാക്കണം എന്നുള്ളതിന്റെ ഒരു രീതിക്കും കൂടിയാണ് പല സ്ഥലത്തും CCTV ക്യാമറാസ് ഒക്കെ വെച്ചിട്ടുള്ളതും. അതിന് വെക്കണം എന്നുള്ളതും അത് വെക്കാനുള്ള നിയമങ്ങൾ എന്താന്നുള്ളതും വളരെ കൃത്യമായിട്ട് നിയമങ്ങളുണ്ട്. അത് പാലിക്കുന്നില്ല പലപ്പോഴും. അല്ലെങ്കിൽ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ വെക്കുമ്പോൾ അതടക്കം മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ തിയേറ്ററുകളിലെ CCTV ക്യാമറ വെച്ചിട്ടുള്ളതിൻ്റെ ഡേറ്റ എങ്ങനെ പുറത്തുപോയി വലിയ ചർച്ചാ വിഷയമായതാണ്. ആ ഡേറ്റ ഷുഡ് നോട്ട് ഹാവ് ഗോൺ പബ്ലിക്. മാം, ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക മാം, ഇപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പുറത്തൊക്കെ ഇങ്ങനെ ഈ പോലീസിൽ പോകുന്നതിന് മുമ്പേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവർ ആരെങ്കിലും അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് പിന്നെ ഒരു പൊതു ഇടങ്ങളിൽ പോകാൻ പറ്റില്ല, കല്യാണ സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഞാൻ കേരളത്തിൽ വളരെ വളരെ തന്ത്രപരമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹം സർവീസിലുള്ള DYSP ആണ്. അദ്ദേഹത്തെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന പേരിൽ പരസ്യമായിട്ട് അവർ ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് പറഞ്ഞു. പിന്നീട് ആ ചാനലിലെ ചില ആളുകളും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇത് ഒരു കോൺസ്പിറസി ആയിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെ പേരിൽ പോലീസ് FIR ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചു എന്ന് ഈ സ്ത്രീ പറഞ്ഞിട്ടും അന്വേഷണത്തിൽ കേരള പോലീസിന് മനസ്സിലായി, ഈ മാമിന് ഈ കേസ് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കേസ് നടന്നിട്ടില്ലെന്ന് മനസ്സിലായി. ആ സ്ത്രീ പിന്നീട് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ തന്നെ അവർക്ക് കുറച്ച് പണം നൽകിയതുകൊണ്ട് അവർ പറഞ്ഞതാണെന്ന് പിന്നീട് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഞാൻ ആ DYSP ഒരിക്കൽ ചോദിച്ചു, അങ്ങ് എന്തായാലും രക്ഷപ്പെട്ടില്ല, അങ്ങയുടെ പേര് കേസൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ചാക്കാലേക്ക് പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ പീഡനത്തിൻ്റെ കാര്യം എന്തായി എന്ന ആൾക്കാർ ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞു എൻ്റെ സാമൂഹിക ജീവിതം അക്ഷരാർത്ഥത്തിൽ അപകടത്തിലായെന്നാണ് പറഞ്ഞു. അതിന് ആരുത്തരം പറയുമെന്ന് അദ്ദേഹം ചോദിച്ചത്. കാര്യം അദ്ദേഹം ശരിക്കും ആ കേസിൽ സംഭവിച്ചത് അദ്ദേഹം കേരളത്തിലെ ഒരു ഏറ്റവും അപകടകരമായ ഒരു കേസ് അന്വേഷിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു DYSP അനുഭവമാണിത്. സർ, ഈ പറയുന്ന അക്യൂസേഷൻ വരുന്നതിൽ സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലും ഉണ്ടല്ലോ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെതിരെ ആരോപണം വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇത്രയും കാലം അഭിമാനം മാത്രമാണ് സമ്പാദിച്ചത്. എന്നിട്ട് അദ്ദേഹം സ്വന്തം കേസ് കേൾക്കുകയും ചെയ്തു. അത് ശരിയായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത്രയും കാലം ഞാൻ അഭിമാനമാണ്. അദ്ദേഹത്തെ ഇതേ കേസിൽ നിന്ന് മാറ്റാൻ കുറച്ച് വർഷം മുമ്പ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.